കേരളത്തിൽ വീണ്ടും കോവിഡ് മരണം 24കാരി കോവിഡ് ബാധിച്ച് മരിച്ചു. രാജ്യത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. 3758 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതിൽ രോഗികളിൽ 37% രോഗികളും കേരളത്തിലാണെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ ജനുവരി മുതൽ കോവിഡ് ബാധിച്ച് 7 പേർ മരണപ്പെട്ടുവെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഇതാ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. സംസ്ഥാനത്തുള്ള 37% മരണങ്ങളും ഇവിടെയാണ് എന്ന് പറയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജലക്ഷ്മി, കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തിൽ മാത്രം 64 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്താകമാനം 363 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മരണം കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. 24കാരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. ഇന്നലെയും 59കാരനായിട്ടുള്ള ഒരു യുവാവിൻ്റെ മരണം കൂടി കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനുവരി തൊട്ട് ഈ മാസം വരെ 7 പേർ കേരളത്തിൽ മാത്രം കോവിഡ് മൂലം മരണപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ആശ്വാസകരമെന്ന് പറയാൻ സാധിക്കുന്നത്, കഴിഞ്ഞ 24 മണിക്കൂറിൽ തന്നെ 383 പേർ രോഗം ഭേദമായി ഡിസ്ചാർജ് ചെയ്തിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും ഈ രോഗം സ്ഥിരീകരിക്കുന്നവരെ കൃത്യമായി ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. നടപടികൾ, പ്രൊസീജിയറുകളെല്ലാം തന്നെ കൃത്യമായി തുടർന്ന് പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഇന്നലെ, അതായത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തെക്കാൾ രോഗികൾ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ചെയ്തൊരു സംസ്ഥാനമുണ്ട്. അത് പശ്ചിമ ബംഗാളാണ്. 72 രോഗികളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പശ്ചിമ ബംഗാളിൽ റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിന് തൊട്ടു പിന്നാലെ തന്നെ മഹാരാഷ്ട്രയും അതുപോലെ ഡൽഹിയും ഈ ആക്റ്റീവ് കേസുകളുടെ എണ്ണത്തിലുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെ ഇത്തരത്തിൽ രാജ്യത്താകമാനം കോവിഡ് കണക്കുകൾ വർദ്ധിക്കുന്നുണ്ട്, മരണക്കണക്കുകൾ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആശങ്കയായി കോവിഡ് വീണ്ടും പടരുകയാണ്. കേരളത്തിൽ നിന്ന് 37% രോഗികളും കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് വിവരം. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.